വക്കീലേ, ആ മോഹൻ ഇവിടെ വന്നു ഇവിടെ ഇരുന്ന് നിങ്ങളുടെ കൂടെ കുടിച്ചു എന്നും നിങ്ങൾ പറഞ്ഞതിന് പ്രകാരമാണ് അങ്ങനെ മനസ്സ് മാറിയെന്നും ഞാൻ അറിഞ്ഞ. നിങ്ങളെ പുറം ലോകം അറിയാത്ത രീതിയിൽ ഞാൻ പൂട്ടും. ഞാനല്ല സുധേ, എനിക്കെന്താ എന്റെ ആവശ്യം? നിങ്ങളുടെ ആവശ്യം അനാവശ്യം ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇത് ഞാൻ അന്വേഷിച്ചിറങ്ങും, സത്യം കണ്ടുപിടിക്കുകയും ചെയ്യും. കണ്ടുപിടിച്ച സുധേനെ അറിയാലോ അല്ലേ? സുധ വന്നേ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരാം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാനല്ലേ ഉണ്ടാക്കുന്നേ. അഞ്ജുവിന്റെ ഐശ്വര്യം ഞാൻ ഉണ്ടായിക്കോളാം. ഞാൻ ഉണ്ടാക്കാം സുധേ. വേണ്ടെന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങളോട് അന്വേഷിച്ചറിയാനുണ്ട്. ബാക്കി പിന്നെ ചെല്ലട്ടെ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ നാരായണ? തെളിവൊക്കെ നശിപ്പിക്കണ്ടേ? മാളൂന് എങ്ങനെയെങ്കിലും സത്യങ്ങൾ അറിയിക്കണം. അത് അവരുടെ വായു കൊണ്ട് എന്നെ കേൾക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ അമ്മയുടെയും മോളുടെയും ചാട്ടം കുറച്ചങ്ങ് നിൽക്കും. എന്തു പറ്റി അഞ്ജു? ഭയങ്കര ആലോചനയിലാണല്ലോ. ആ ഏട്ടാ, മാളൂന് ടെൻഷൻ ഉണ്ടല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ തമ്മിൽ വഴക്കായിട്ടും മാളൂന്റെ മുമ്പിൽ ഇങ്ങനെ സ്നേഹത്തോടെ അഭിനയിക്കുന്നത്? അത് അഞ്ജുവിന് അങ്ങനെ മനസ്സിലായി? എന്റെ ഏട്ടാ, ഒരു ഏട്ടന്റെ മനസ്സിൽ എന്താന്ന് ഒരു അനിയത്തിക്ക് മനസ്സിലാവില്ലേ? അഞ്ജു പറഞ്ഞ സത്യമാണ്. അവളും അവളുടെ അച്ഛനും കൂടെയും ചേർന്നേ ഒരു നാടകം കളിച്ചു. അവളെ ജോലിക്ക് വിടാൻ എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഓ, അതാണ് കാര്യം. നേരാരോ പറഞ്ഞു ഇളക്കിയിട്ടുണ്ട്. എന്തഞ്ജു? ഏയ് ഒന്നുമില്ലേട്ടാ, മാളൂനെ ആരോ പറഞ്ഞ് ഇളക്കിന്ന് പറഞ്ഞതാ. അവക്ക് എന്തറിയും? പാവം, അവൾക്ക് അച്ഛനമ്മ ഒന്നിച്ചു വേണം. അവളെത്ര ആഗ്രഹിക്കുന്നു. പക്ഷേ ഏട്ടാ, കുറച്ചു മുമ്പേ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. മാളു സത്യങ്ങളൊക്കെ അറിഞ്ഞോന്നൊരു സംശയം. നിങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ആയില്ല, എല്ലാം അഭിനയമാണോന്ന് മാളു അറിഞ്ഞു. മാളു എങ്ങനെ അറിഞ്ഞെന്ന്? ആര് പറഞ്ഞു? ആരായിരിക്കും പറഞ്ഞത്? നേരത്തെ അമ്മയും ഞാൻ ഇരിക്കുമ്പോ ഏട്ടത്തിയായിട്ടൊരു സംസാരം ഉണ്ടായി. അതിനിടക്ക് വിളിച്ചു പറഞ്ഞത് അവര്. മാളു ഇതും കേട്ടോടാ കേറി വന്നത്. 95% മാളു ഇത് കേട്ടിട്ടുണ്ടാവും. ഓ, ഇവളെ കൊണ്ടത് വലിയ ശല്യമായല്ലോ ഇത്. ഏട്ടൻ കഷ്ടപ്പെട്ട് മാളുവിനെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നു, ഇവര് നിസ്സാരമായിട്ട് മാളിനെ വിഷമിപ്പിക്കാനും. ഞങ്ങളോട് ഏട്ടത്തി പറയാ, രാവിലെ ഏട്ടൻ കോംപ്രമൈസ് എന്ന് പറയും, വൈകുന്നേരം അത് മാറ്റി പറയും, ഏട്ടനെ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഷോക്ക് അടിപ്പിക്കണം എന്നൊക്കെ. കഷ്ടം തന്നെ ഏട്ടാ. പിന്നെ ഏട്ടൻ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ. ഇനിയിപ്പോ പെട്ടെന്ന് മാള് വന്ന് ചോദിച്ചാ ഏട്ടൻ വെറുതെ ഷോക്കാവണ്ടല്ലോ. എന്നിട്ട് അവിടെ എവിടെ? അവര് മോളില് മാളൂനെ പറഞ്ഞു തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതാണ് കറക്റ്റ്. ഇതാവുമ്പോ പകുതി പണി നമ്മൾ എടുത്താ മതി, ബാക്കി പണി അങ്ങേരെടുത്തോളൂ. രണ്ടും അങ്ങനെ അടിച്ചു പിരിയട്ടെ. ഓ, എന്തൊരാശ്വാസം.